എൻ്റെ പേര് വത്സ ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ തിരുത്തപ്പുറം ജപമാല ഇടവകയിൽ നിന്നും വരികയാണ്. അത്ഭുത ജപമാലയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകൻ വിദേശത്ത് നിന്ന് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. അവന് തിരിച്ചു പോകാനുള്ള ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ കൂട്ടുകാരത്തി എനിക്ക് ഈ ജപമാല, അത്ഭുത ജപമാല ഇട്ട് തന്നത്. ഞാൻ അതിനകത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ജസ്റ്റിൻ എന്ന മകൻ്റെ വിസ തടസ്സം എടുത്തു മാറ്റുന്നു. ഞാനത് പൂർണ്ണമായും എൻ്റെ മകനാണെന്ന് വിശ്വസിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ എന്നാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മകന് വിസ വന്നു. അവൻ 24-ാം തീയതി റൊമാനിയയിലേക്ക് പോയി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ, ചിലയോ ജസ്റ്റിൻ എന്ന മകന്റെ വിസ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നു. എൻ്റെ വിസ തടസ്സത്തിൽ മാറി. അടുത്ത സാക്ഷ്യം, എൻ്റെ മകൾ ജർമ്മൻ ഭാഷ പഠിച്ച് ആദ്യം 3 പരീക്ഷ എഴുതി അവൾ തിരിച്ചു വന്നത് നല്ല സന്തോഷത്തോടെയാണ്. 3 നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ 3 കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, മോൻ അത്ഭുത ജപമാല കൂടിക്കോ. അവൾ അത്ഭുത ജപമാല എന്നേലും ശക്തിയോടെ കൂടി 3 പരീക്ഷ എഴുതി. അവൾ തിരിച്ചു വന്നത് കണ്ണീരുമായിട്ടാണ്. അമ്മച്ചി, എനിക്കിതിലൊന്നും കിട്ടൂല. ആദ്യത്തേതിൽ 59 മാർക്കാണ് ആദ്യത്തെ ഇതിൽ കിട്ടിയത്. ഇത് ഞാൻ വിജയിക്കൂല അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ വിശ്വാസത്തോടു കൂടി അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിച്ചു. അവൾ 12 മണിക്കൊക്കെ ജപമാല കൂടുമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 3 പാസ്സായി. നല്ലൊരു കൈയ്യടി കൊടുത്തേ. കണ്ടോ, പാസ്സാകുമെന്ന് പറഞ്ഞില്ല, അത് പാസ്സായില്ല. പിന്നെ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇനി ഇത് പാസ്സാവില്ല എന്ന് പറഞ്ഞു. കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് എന്നേലും വിശ്വാസമാണ് അതിനകത്ത്. ഇപ്പൊ പോകാനുള്ള എല്ലാവരും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഇടവക പള്ളിയിൽ വൈകിട്ട് ഞങ്ങൾക്ക് 3 കുർബാനയുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ കുർബാനയിൽ ഞാൻ ജപമാല ചൊല്ലും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ 7:30-8 മണിയൊക്കെ ആകും. അപ്പോൾ എനിക്ക് മടി തോന്നും അച്ഛാ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഒരു ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, വത്സ എന്ന മകളോട് ദൈവം പറയുന്നു കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്ന്. എനിക്കത് പൂർണ്ണമായിട്ടും വിശ്വാസമായി. ആ ദിവസം ഞാൻ മുടക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണെന്ന്. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും മുടക്കിയിട്ടില്ല. ദൈവം ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും